കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ കട്ട്ലേറ്റാണ്. അപ്പം അതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ കട്ട്ലേറ്റ് നമുക്ക് ചിക്കൻ കൊണ്ട്, ബീഫ്, ഇങ്ങനെ പലതരം സാധനങ്ങൾ നമുക്ക് കൊണ്ട് ഉണ്ടാക്കാം. ഞങ്ങൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ കുറച്ച് കിഴങ്ങ് ഒരു 5-6 എണ്ണം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെത്തി വൃത്തിയാക്കി നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വേവും. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം അങ്ങോട്ട് കൊടുക്കാം. ലേശം ഉപ്പ് കൂടി ഇത് നമുക്കൊന്ന് 2 വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിലടിക്കുമ്പോൾ ഇത് വേവും. കിഴങ്ങൊക്കെ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ എണ്ണയൊക്കെ ചട്ടിക്കകത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അരിഞ്ഞാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാളയും 2 പച്ചമുളകും ഉണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വാടട്ടെ. വാടണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വാടട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കട്ട് ചെയ്ത് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞ ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ബീറ്റ്റൂട്ട് ഇത്രയായിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കും. വെജിറ്റബിൾ കട്ട്ലേറ്റ് ആയതുകൊണ്ട് നമ്മളെല്ലാ വെജിറ്റബിളും ഇതിനകത്തിൽ കിട്ടാവുന്ന ചേർത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊന്ന് ഇട്ട ശേഷം ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പൂടെ ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി മൂടി വെച്ച് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് അതിൻ്റെ കറിവേപ്പിലൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ലോണം നടക്കി വെച്ചാൽ നമ്മളൊന്ന് ഇളക്കി വെക്കാം. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതിനകത്തിലുള്ള ഈ പച്ചക്കറി ചേർത്ത് തന്നെ ഉള്ള വെള്ളം ഇറങ്ങി ഇത് വെന്തോളും. അപ്പോൾ കുറച്ചുകൂടെ ആവാനുണ്ട്. നമുക്ക് 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാല പൊടി ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1/2 സ്പൂൺ മതിയാവും. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കിയിട്ട് തീയൊക്കെ നമ്മൾ ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് അണക്കട്ടെ. തീയൊക്കെ നമ്മൾ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ കിഴങ്ങ് ഒരു 3 വിസിൽ അടിച്ചാണ്. തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കോരി മാറ്റിയേക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. കിഴങ്ങ് നമുക്കൊന്ന് ഉടയ്ക്കാം. നല്ലപോലെ ചൂടോടെ ഉടയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉടയും. നല്ലപോലെ ഒന്ന് പൊടിക്കാം. അപ്പോൾ കിഴങ്ങ് നന്നായിട്ട് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി മൊത്തം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലേശം ഉപ്പ് കൊടുക്കണം, ഒരുപാട് വേണ്ട. ഇതെല്ലാം കൂടെ കുത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇനി നമുക്കിത് ഓരോ കട്ട്ലറ്റ് ആക്കി എടുക്കണം, ഓരോ ഷേപ്പിൽ നമുക്ക്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിലാക്കാം. ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മാറ്റി വെക്കാം. ഇത് മൊത്തം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതെല്ലാം നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള റസ്ക് കൂടിയും മുട്ടയും എല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ ചൂടാക്കി ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാവും. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കട്ടെ. അപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇടുമ്പോഴത്തേക്ക് എണ്ണ നല്ലോണം ചൂടാവണം. അപ്പോൾ നമുക്കൊരു കട്ട്ലേറ്റ് എടുത്ത് നമ്മൾ മുട്ടയ്ക്കകത്തിൽ മുക്കിയേക്കാം. നമുക്ക് റസ്ക് കൂടിക്ക് അതിലോട്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ റസ്ക് കൂടിയൊക്കെ ഒന്ന് വാരി കവർ ചെയ്യാം നല്ലപോലെ. നമുക്കിത് വന്നിട്ട് മീഡിയം തീ വെച്ചാൽ മതി, കൂടുതൽ തീ കൂട്ടിയിടല്ല. ഒന്ന് വറുത്ത് അതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് ഒരുപാട് തീ കൂട്ടിയിടണ്ട, ഒരു മീഡിയം തീയിൽ ചെറുതായിട്ട് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് മുരിച്ചെടുത്താൽ മതി. അതൊന്ന് മുരിയാം. ഇത് റെഡിയായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റിയേക്കാം. നമുക്ക് ബാക്കി ഇരിക്കുന്നതൂടെ നമ്മളൊന്ന് വറുത്ത് റെഡിയാക്കി എടുക്കാം. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബീറ്റ്റൂട്ട് കട്ട്ലേറ്റ് റെഡിയായിട്ടുണ്ട്. ടൊമാറ്റോ കച്ചപ്പും സലാഡും ഒക്കെ ഇതിനും കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.